കൊക്കോ സാധാരണമായി തെങ്ങിൻ തോപ്പുകളിലും കവുങ്ങിൻ തോപ്പുകളിലും ഇടവിളയായാണ് കൃഷി ചെയ്തു വരുന്നത്. വിവിധ ഉയരങ്ങളിൽ തട്ടുകളായി വളരുന്ന ശാഖകളും പ്രധാന തണ്ടിൽ പൂവിടുന്നതുമാണ് കൊക്കോയുടെ പ്രധാന സവിശേഷതകൾ. ഇത്തരത്തിലുള്ള പുഷ്പിക്കലിനെ കോളിഫ്ലോറസ് അഥവാ ട്രങ്കേറ്റ് ബെയറിംഗ് എന്ന് വിളിക്കുന്നു. കൊക്കോ മിശ്രവിളയായി കൃഷി ചെയ്യുമ്പോൾ ആവശ്യമായ സൂര്യപ്രകാശവും മറ്റും ലഭിക്കാനായി കൊക്കോയുടെ ശാഖകളെ നന്നായി കോതി ഒതുക്കി വളർത്തേണ്ടത് അനിവാര്യമാണ്. സാധാരണയായി 1-2 വർഷം വരെ കൊക്കോ തൈകൾ ശിഖരങ്ങളില്ലാതെ ഒറ്റത്തണ്ടായുള്ള വളർച്ചയാണ് കാണിക്കുന്നത്. അതിനുശേഷം പ്രധാന തണ്ടിൽ നിന്നും 5 ശാഖകൾ കൂടി പൊട്ടിമുളയ്ക്കുന്നു. ഈ ശാഖകളെ ഫാൻ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ പ്ലാജിയോട്രോപിക് ചിനപ്പുപൊട്ടുകൾ എന്ന് വിളിക്കുന്നു. ഇത്തരം ശാഖകൾ ഉണ്ടാകുന്ന പ്രക്രിയയെ ജോർഗറ്റിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജോർഗറ്റിങ്ങിനു ശേഷം കുറച്ചു കാലത്തേക്ക് ഫാൻ ബ്രാഞ്ചസ് അഥവാ ശാഖകളുടെ വളർച്ച തുടരുകയും ചെയ്യുന്നു. ഇതിനുശേഷം ജോർഗറ്റിംഗ് പോയിന്റിന് മുകളിലേക്ക് മറ്റൊരു ചിനപ്പ് പൊട്ടുകയും ചെയ്യും. ഇവയെ ഓർത്തോട്രോപിക് ഷൂട്ട് അഥവാ ചിപ്പോൺ ഷൂട്ട് എന്ന് വിളിക്കുന്നു. അവ വളർന്ന് വീണ്ടും ചിന പൊട്ടി ഫാൻ ബ്രാഞ്ചസ് വളരുകയും ചെയ്യും. ഇങ്ങനെയാണ് കൊക്കോ പല തട്ടുകളിലായി വളരുന്നത്. മിശ്രവിള കൃഷി സമ്പ്രദായത്തിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകുന്ന ഉയരത്തിൽ ഒരു തട്ട് മാത്രമേ നിലനിർത്താറുള്ളൂ. കൊക്കോയിൽ മതിയായ സൂര്യപ്രകാശം കടക്കാനും നന്നായി പുഷ്പിക്കാനും താഴ്ന്നു തൂങ്ങിക്കിടക്കുന്ന ശാഖകളും ഇടയിലൂടെ വളരുന്ന ശാഖകളും മറ്റും നീക്കം ചെയ്യുന്നത് സഹായകരമാകും. ജോർഗറ്റിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് സാധാരണയായി പ്രൂണിംഗ് അഥവാ കോതിയൊതുക്കൽ നടത്തേണ്ടത്. കൊക്കോ തൈകളിൽ ഉയരം ക്രമീകരിക്കാനും തലപ്പിൻ്റെ വിസ്തൃതി നിയന്ത്രിക്കാനുമായി നടിയിൽ നടത്തുന്ന ആദ്യ വർഷത്തിലും 2ാം വർഷത്തിലും പ്രൂണിംഗ് അഥവാ കോതിയൊതുക്കൽ നടത്തുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി ജോർഗറ്റിങ്ങിൻ്റെ ഉയരവും ഒരു ജോർഗറ്റിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന ഫാൻ ബ്രാഞ്ചുകളുടെ എണ്ണവും ക്രമീകരിക്കാൻ കഴിയുന്നു. സാധാരണമായി 1 മീറ്റർ ഉയരത്തിൽ 4 ഫാൻ ബ്രാഞ്ചസ് അഥവാ ശാഖകളാണ് നിലനിർത്തുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്നത് വഴി കൊക്കോയുടെ തലപ്പ് എല്ലാ വശത്തോട്ടും സന്തുലിതമായി നിൽക്കും. 3ാം വർഷം മുതൽ മുകളിലേക്ക് വളരുന്ന ചിപ്പോണുകൾ തൂങ്ങിക്കിടക്കുന്ന ചിപ്പോൺ ചിനപ്പുകളും ദുർബലവും പരസ്പരം കൂടിച്ചേർന്നതുമായ ശാഖകൾ എന്നിവ കോതിയൊതുക്കി വൃക്ഷത്തിൻ്റെ ഘടന കോൺ അല്ലെങ്കിൽ കുടയുടെ ആകൃതിയിൽ നിലനിർത്തുന്നതിന് സ്ട്രക്ചറൽ പ്രൂണിംഗ് എന്ന് വിളിക്കുന്നു. കൊക്കോയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവയുടെ ആകൃതി നിലനിർത്തുന്നതിനായും ഉയരം ക്രമീകരിക്കാനായും എല്ലാ വർഷവും മെയിൻ്റനൻസ് പ്രൂണിംഗ് അഥവാ മെയിൻ്റനൻസ് കോതിയൊതുക്കൽ അത്യാവശ്യമാണ്. കൊക്കോ മരങ്ങളിൽ ശരാശരി 20 മുതൽ 30 ഇലകളാണ് കായ്കളുടെ വളർച്ചയ്ക്ക് ആവശ്യം. ഇത് നിലനിർത്തിക്കൊണ്ടാണ് മെയിൻ്റനൻസ് പ്രൂണിംഗ് നടത്തേണ്ടത്. ക്ലോണൽ കൊക്കോ തൈകളിൽ ഒട്ടിച്ചേരലിൻ്റെ താഴ്ഭാഗത്ത് നിന്നും 1-ലധികം ശാഖകൾ ഉണ്ടാകുന്നത് കാണാം. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശാഖകളെ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യേണ്ടതാണ്. കൊക്കോ വൃക്ഷത്തിൻ്റെ വേരുകളുടെ ഉറപ്പിനും ശക്തിയായുള്ള വളർച്ചയ്ക്കും 2-3 പ്രധാന ശാഖകൾ ആദ്യ വർഷങ്ങളിൽ അനുവദനീയമാണ്. പിന്നീട് കുടയുടെ ആകൃതിയിലുള്ള തലപ്പ് നിലനിർത്തുവാൻ വാർഷിക പ്രൂണിംഗ് നടത്തേണ്ടതുണ്ട്. പ്രൂണിങ്ങിനിടയിൽ മുറിക്കപ്പെട്ട ശാഖകളുടെ അറ്റങ്ങളിൽ ഫംഗസ് അണുബാധ ഉണ്ടാകാതിരിക്കാൻ ബോർഡോ പേസ്റ്റ് തേച്ചു പിടിപ്പിക്കേണ്ടതാണ്. വലിയ ശാഖകളും ഇലകളും മുറിച്ച് തടത്തിൽ തന്നെ പുതയിടുന്നത് വഴി കൃഷിയിടങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഈർപ്പം സംരക്ഷിക്കാൻ കഴിയും. കൊക്കോ പരമ്പരാഗതമായി കൃഷി ചെയ്യപ്പെടുന്ന കേരളത്തിലും കർണാടകത്തിലും പ്രൂണിംഗ് അഥവാ കോതിയൊതുക്കൽ നടത്തേണ്ടത് സെപ്റ്റംബർ മാസത്തിലാണ്. ഇത്തരത്തിൽ ശരിയായ സമയങ്ങളിൽ പ്രൂണിംഗ് നടത്തുന്നത് വഴി ഒക്ടോബർ മാസത്തിൽ പുതിയ ഇലകളും നവംബർ മാസത്തോടുകൂടി പുഷ്പിക്കലും ഏപ്രിൽ-മെയ് മാസത്തോടുകൂടി കായ്കൾ വിളവെടുക്കാനും സഹായകരമാകും. കൃത്യമായ പ്രൂണിംഗ് കായ് ചീയലിനെ നിയന്ത്രിക്കാനും വളരെ ഫലപ്രദമാണ്. ചിലയിനം കൊക്കോ മരങ്ങളിൽ വർഷം മുഴുവൻ തുടർച്ചയായി പൂവിടുന്നതും കായ്ക്കുന്നതുമായി കാണാം. അത്തരം മരങ്ങളിൽ മിതമായ രീതിയിൽ മാത്രമേ പ്രൂണിംഗ് നടത്താവൂ. ചീഞ്ഞതും കേടായതുമായ കായ്കളും ഉണങ്ങിയതും ചത്തതുമായ ചിനപ്പുകളും ഉറുമ്പുകളുടെ കൂടുകളും പടർന്നു കയറുന്ന ചെടികളും മറ്റും നീക്കം ചെയ്യുന്നതിന് പതിവായി സാനിറ്ററി പ്രൂണിംഗ് നടത്തേണ്ടത് ആവശ്യമാണ്. ഉയർന്ന വിളവ് ലഭിക്കുന്നതിനായി 12 വർഷത്തോളം പ്രായമായ എല്ലാ തൈകളും
ക്ലോണൽ കൊക്കോകളും 15 മുതൽ 20 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള കോണാകൃതിയിലോ കുടരൂപത്തിലോ ഉള്ള തലപ്പായി വേണം പരിപാലിക്കാൻ. പ്രൂണിങ്ങിനായി സിക്കേച്ചറുകൾ, കത്തികൾ, മൂർച്ചയുള്ള അരിവാളോ കത്രികയോ മെക്കാനിക്കൽ പ്രൂണിംഗ് ഉപകരണങ്ങളോ ട്രീ പ്രൂണറുകളോ ടെലിസ്കോപ്പിക് പവർ പ്രൂണറുകളോ മരങ്ങളുടെ പ്രായവും ശാഖയുടെ വലിപ്പവും അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വഴി പുറം തൊലിക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ തടയാനാകും.